ഗൈസ്, എൻ്റെ മോർണിംഗ് റുട്ടീനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അച്ചു ഉറങ്ങിയേക്ക്, റൂട്ടൂർ പോണ്ടേ? മണി 5:30 അമ്മ പറഞ്ഞ സത്യമാണോ നോക്കാൻ വേണ്ടി ഞാൻ ക്ലോക്കിൽ എഴുതി നോക്കി. അമ്മ പറഞ്ഞ സമയം കറക്റ്റ് ആയിരുന്നു. ഞാൻ അതിന് ശേഷം അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീൻ ഞാൻ ചിയ വെള്ളമായിട്ടാണ് തുടങ്ങുന്നത്. കസ്കസ് പോലെ ഇരിക്കും, കാണിച്ചടി. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു. ഈ ഒരു വിത്താണ് കുതിർന്നു വരുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാണ്. അപ്പൊ ഇന്ന് രാവിലെ ആയപ്പം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു. ചൂടുള്ളത് വേണമെങ്കിൽ ഇടാം. ഇന്നലെ രാത്രി കുതിരാൻ വേണ്ടി ഇട്ടതാണ്. രാവിലെ ആകുമ്പോ കുതിരി കുടിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ അമ്മയാണെങ്കിൽ നമുക്ക് ബോട്ടിൽ ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടുണ്ട്, ഫാനിൻ്റെ മൂട്ടി വെച്ചിട്ടാണ്. ഇനിയും അത് തണുത്തതിന് ശേഷമാണ് ബോട്ടിലോട്ട് ഒഴിക്കുന്നത്. നമ്മൾ കൊണ്ടുപോകുന്ന സ്റ്റീൽ ബോട്ടിലാണ്. അതിനുശേഷം അവിടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ചെറു ഉള്ളിയും പിന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ നോയിക്കൊണ്ടിരുന്നു. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വെച്ച് അരച്ചുകൊണ്ടിരുന്ന മറ്റേ ഒരു മിക്സ് ഇതിലോട്ട് ഇട്ടിട്ട് ബാക്കി എല്ലാ ചമ്മന്തി ഉണ്ടാക്കേണ്ട വിധങ്ങൾ ഒക്കെ അമ്മ ഉണ്ടാക്കി. അങ്ങനെ അമ്മ ജാറിലോട്ട് അതെടുത്ത് അതിലോട്ട് ഒഴിച്ച് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അമ്മ നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിങ്ങനെ തിളയ്ക്കാറാകുമ്പോൾ ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തുകൂടാ ലാസ്റ്റ്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ എല്ലാം എൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കിറ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ രാവിലെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനത്തെ ചായയാണ് ഇഷ്ടം. പിന്നെ ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ ദൊപ്പം എന്ന് വരാൻ കാരണം നമുക്ക് ഈ അപ്പം ഇങ്ങനെ പാത്രത്തിൻ്റെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഇങ്ങനെ പരന്നിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ മാളൂനും അതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ദോശയുടെ ദോയും അപ്പത്തിൻ്റെ പമ്മുമാണ് നമ്മൾ ദൊപ്പം എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അതുപോലെ തന്നെ അമ്മ ഇതുപോലെയാണ് ഉണ്ടാക്കി തരുന്നത്. പിന്നെ അതിനെ ഇങ്ങനെ എടുത്ത് പാത്രത്തിൽ വെച്ചു. പിന്നെ എൻ്റെ അനിയത്തി ഒരപ്പം രാവിലെ കഴിക്കും. അങ്ങനെ ഞാൻ ഇത്തിരി ചമ്മന്തി ഒഴിച്ചു കൊടുത്തു. അവൾ പിന്നെ കഴിക്കാൻ തുടങ്ങി. അവൾ പിന്നെ എടുത്ത് തിന്നാൻ പോയി. ഞാൻ പിന്നെ രാവിലെ ലൈറ്റായിട്ട് മാത്രമേ ആഹാരം കഴിക്കുള്ളൂ, രാവിലെ മാത്രം. അപ്പോൾ പിന്നെ അമ്മയുടെ ഞാൻ പോയി പറഞ്ഞു, അമ്മ എനിക്ക് മുട്ട ഉണ്ടാക്കി തരും. അങ്ങനെ അമ്മയാണെങ്കിൽ പിന്നെ എനിക്ക് മാളൂനും കൂടെ മുട്ട ഉണ്ടാക്കി തന്ന്. ഞാൻ ആദ്യം വിചാരിച്ച എനിക്കാണെന്ന്. പിന്നെ അമ്മ പറഞ്ഞ് 2 എണ്ണം ഉണ്ട്, ഒന്നും മാളൂനും കൂടെ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അമ്മ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. അതിനുശേഷം നമ്മൾ മാളൂനും കൂടെ കൊടുക്കുന്നതാണ്. എനിക്കിങ്ങനെ അതിനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി. അതിങ്ങനെ എന്തോ ഒരു ഇതുപോലെ തോന്നി. പിന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഒരു ഡെക്കറേഷൻ ചെയ്യണം. എനിക്ക് കുരുമുളക് ഇടുന്ന ഇഷ്ടമില്ല, എന്നാലും കുറച്ച് ഉപ്പിട്ടു. അതിനുശേഷം കുരുമുളക് ഇച്ചിരി ഡെക്കറേഷനിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അതിൻ്റെ കുറച്ചായിട്ട് അതിൻ്റെ മഞ്ഞക്കുരുവിൽ കുറച്ച് ഇത് വെച്ചു. അതിന് വാ വെച്ചു കൊടുത്തു, മൂക്ക് വെച്ചു. അങ്ങനെ നമ്മൾ ബുൾസയെ കുട്ടപ്പനാക്കി എടുത്തു. അപ്പോൾ ഞാൻ അമ്മ എനിക്ക് പാത്രത്തിലെടുത്ത് തന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അതിലത്തെ കുഞ്ഞു പീസ് എടുത്ത് തിന്ന് നോക്കി. അതിൻ്റെ സൈഡിലത്തെ ഇതായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു. പിന്നെ കൊള്ളായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അവിടെ മാളൂന് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് കാണിച്ച് പിന്നെ അടുത്ത് അമ്മയുടെ ജോലി അമ്മ ചെയ്യുവാണ്. നമുക്ക് സ്കൂളിൽ കൊണ്ടുപോവേണ്ട പാത്രത്തിൽ കാപ്പിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. മാളൂന് 1 അപ്പവും എനിക്ക് 2 അപ്പവും വയ്ക്കും. എൻ്റെ ഫ്രണ്ട്സിനും കൊടുത്ത് ഞാനും ഷെയർ ഇട്ട് കഴിക്കും സ്കൂളിൽ. അങ്ങനെ എനിക്ക് 2 എണ്ണം വെച്ചിട്ടുണ്ട്. കറി സെപ്പറേറ്റാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എനിക്ക് സെപ്പറേറ്റ് കൊണ്ടുപോകണതാണ് ഇഷ്ടം. പിന്നെ മാളൂന് വേണ്ടി ചമ്മന്തി അതിൽ കുഞ്ഞ് ബൗളിലോട്ട് അമ്മ ഒഴിക്കുന്നുണ്ട്. എനിക്കും അതുപോലെ തന്നെയാണ് ഒഴിക്കുന്നത്. ഒരു
ബൗളിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലാണ് എനിക്ക് കറി തന്നു വിടുന്നത്. അപ്പോൾ അമ്മ ഇതിൽ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ നേരത്തെ ചൂടാക്കിയ വെള്ളത്തിൽ അടുത്ത് കുപ്പിയിലെടുത്ത് ഒഴിക്കാൻ പോവുകയാണ് അമ്മ. അങ്ങനെ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്ന അതിലും നല്ല ചൂടാണ്. അവിടെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അത് നല്ല തണുക്കും, നല്ല ചെറിയ ചൂട് കാണും. അപ്പോൾ അമ്മ കുപ്പിയിലോട്ട് വെള്ളം എടുത്ത് ഒഴിക്കുവാണ്. അതിനുശേഷം അമ്മ ക്യാപ്പ് എടുത്ത് അടച്ചു. ഇത് കാണുമ്പോൾ പുറമേ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, പക്ഷേ അതിനകത്ത് സ്റ്റീലാണ്. ഇപ്പോൾ വെളിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ അപ്പൂപ്പൻ വാങ്ങിച്ചു തന്നെയാണ്. പിന്നെ കിറ്റ് എടുത്തു അമ്മ അതെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുവാണ്. തട്ടം വയ്ക്കുന്നതെന്ന് വെച്ചാൽ ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും, കറി നമ്മൾ സൈഡിലാണ് വയ്ക്കുന്നത്. കാരണം കിറ്റിനകത്ത് കറി തൂവിയാൽ പിന്നെ ആ കിറ്റിൻ്റെ കാര്യം അതോ ഗതി, അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡിൽ വയ്ക്കുന്നത്. എൻ്റെ അനിയത്തിയുടെ കിറ്റ് അമ്മ പാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ യൂണിഫോം ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ലോക്കിൽ പോയി നോക്കിയപ്പം സമയം 6:30 അമ്മ കതവ് തുറക്കുന്ന സമയം. അങ്ങനെ അമ്മയാണെങ്കിൽ കതവ് ഡോറ് തുറന്നതും കുറച്ച് അതിഥികൾ വെളിയിരിക്കണുണ്ടായിരുന്നു. നമ്മളെ പൂച്ചകൾ തന്നെ, വേറെ ആരുമല്ല. അവർ ഭയങ്കര കുറുമ്പാണ്. അവരിനി അവരെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇന്നലെ വരച്ച കോലമാണ് മുറ്റത്ത് കിടക്കുന്നത്. പിന്നെ ഇത്രയും വെളുത്തിട്ടുണ്ട് വെളിയിൽ നോക്കിയപ്പം. നേരത്തെയൊക്കെ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഇതാണ് സുന്ദരി, നമ്മളതിലുള്ളതിൽ വെളുപ്പുള്ളൊരു പൂച്ചയാണ്. എന്നുള്ള പരിപാടി തന്നെയാണിത്. നൂല് തട്ടിക്കളിക്കണതാണ് അതിൻ്റെ സ്ഥിരം ഹോബി. ഇവളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്ക് പോണത്. തയ്യൽ മെഷീനിൽ മുകളിലിരിക്കണ നൂല് തട്ടിയിട്ട് താഴെ ഇട്ടിട്ട് ഇതാണ് പരിപാടി. എൻ്റെ അനിയത്തി അങ്ങനെ യൂണിഫോം ഇടുന്നുണ്ട്, ഞാനും പിന്നെ കോട്ട് ഇടുന്നുണ്ട്. സ്കൂളിൽ പോകാൻ സമയമായി വരുന്നു. ട്യൂഷൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നാണ് സ്കൂളിൽ പോണത്. ഞാൻ പിന്നെ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. കണ്ണിൽ വീണ് ഭയങ്കര നീറ്റലായിരുന്നു. ഞാൻ പിന്നെ അപ്പോൾ ഇത് പിന്നെ അടുത്ത് പൗഡർ എൻ്റെ അനിയത്തിക്ക് കൊടുത്ത് ഞാൻ പിന്നെ ഇട്ട് ഭയങ്കര ബിസി ആയിരുന്നു രാവിലെ ഇത് തന്നെ എന്നും ജോലി. എന്നിട്ട് അവിടെ പോകുമ്പോൾ താമസിക്കും, അതാണ് ഇന്നത്തെ ജോലി. പക്ഷേ ഇന്ന് ഞാൻ പോയപ്പോൾ നല്ല നേരത്തെയാണ് പോയത്. അപ്പോൾ എൻ്റെ അനിയത്തി പൗഡർ ഇടുന്നുണ്ട്, ഞാനും പൗഡർ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സോക്സും ഷൂ ഉണ്ട്, അതൊക്കെ കുത്തിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ അനിയത്തി ഇട്ടുന്നുണ്ട്, ഞാനും ഇട്ട്. എനിക്കിത്തിരി ഇടാൻ ഭയങ്കര താമസമാണ്, എന്തെന്നറിഞ്ഞൂടാ. ഇപ്പം എൻ്റെ അനിയത്തി ഇട്ട് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് മതി അവൾക്ക് ഇടാൻ, പക്ഷേ ഞാൻ താമസിക്കും. മാളും ഇട്ട് കഴിഞ്ഞു, അടുത്ത് ഞാൻ ഇടുന്നുണ്ട്, ഞാനും ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ വെളിയിൽ പോയി നോക്കിയപ്പോൾ അവൾ വീണ്ടും അടി കൂടിക്കൊണ്ടിരുന്നു. നമ്മൾ പിന്നെ അവൾ ഇതിൽ കൂടെ ഇങ്ങനെ അവൾ കളിക്കണേ കൂടെ നോക്കിക്കൊണ്ടിരുന്ന ഇനി സമയമാവും. ഇപ്പോൾ തന്നെ 6:45. എന്നതിന് ശേഷം അമ്മ അടുത്ത പണിയിലോട്ട് പോയി. മാളുവിൻ്റെ തലയിൽ തലമുടി കെട്ടി. അതിന് ശേഷം ഞാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ മുഖത്തിലെല്ലാം ചെയ്ത് പിന്നെ വാച്ചൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന് അതിന് ശേഷമാണ് അമ്മ എൻ്റെ തലമുടി കെട്ടാൻ പോകുന്നത് ഗായ്സ്. എന്നതിന് ശേഷം ഞാൻ അമ്മയുടെ തയ്യല കൊണ്ട് കൊടുത്ത് അമ്മയാണെ കെട്ടാൻ പോകണുണ്ട്. പിന്നെ അമ്മ ഒരു കൊമ്പ് കെട്ടുമ്പം ഞാൻ ബാക്കി പിന്നും, അമ്മ വേറൊരു കൊമ്പ് കെട്ടുമ്പോൾ ഞാൻ റിബൺ കെട്ടും. അതാണ് എൻ്റെ പരിപാടി. അപ്പം അമ്മ വീണ്ടും ഇതാ പിന്നിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ എനിക്ക് റിബൺ കെട്ടി തന്ന് പിന്നെ എൻ്റെ തലമുടി കെട്ടി. അതിന് ശേഷം ഞാൻ സ്ലൈഡ് കുത്തുവാണ് ഫ്രണ്ടിൽ. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ അപ്പ വന്നു. പിന്നെ ഇപ്പം മാളൂ റെഡിയായി. അപ്പോൾ നമ്മൾ ബാഗും കിറ്റും ഒക്കെ എടുത്ത് വെളിയിൽ വെച്ചു. ഇപ്പോൾ കൃത്യം ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ബൈ. അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അടുത്ത ഏത് വീഡിയോ വരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.